ഇപ്പം നിങ്ങളിപ്പോൾ തറവാടിൻ്റെ പറഞ്ഞപ്പോൾ തന്നെ തറവാട് എന്ന് പറഞ്ഞാൽ ഒരേ സമയം പഴയ തലമുറക്ക് ഇപ്പോൾ അവർക്കൊരു ആത്മബന്ധമുള്ളതും എന്നാൽ പുതിയൊരു തലമുറക്ക് എന്താണ് ഇത് രണ്ടും സംവദിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഇതിലെങ്ങനെയാണ് ഇപ്പോൾ പുതിയ തലമുറ എങ്ങനെയാണ് ആ തറവാടുകളൊക്കെ എങ്ങനെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അതിനെങ്ങനെ മനസ്സിലാക്കുന്നത്? ഈ പുതിയ തലമുറക്ക് നമ്മളെ പഴയ തലമുറയോട് അല്ലെങ്കിൽ തറവാടിൻ്റെ റൂട്ടിനോടൊക്കെ ഭയങ്കരമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്ന് വെറുതെ തോന്നൂലല്ലോ. ഒരാൾക്ക് വെറുതെ അങ്ങനെ തോന്നൂല. അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതായത് ആ ഫാമിലീൻ്റെ അകത്തു നിന്ന് തന്നെ കിട്ടുന്ന ചില ഇൻപുട്സിലാണ് ഈ പുതിയ തലമുറക്ക് തോന്നും എൻ്റെ തറവാടിനോട് എന്തോ ഒരു അങ്ങനെ വേണമെങ്കിൽ. ഇതൊരിക്കലും വെറുതെ ഉണ്ടാവില്ല. നിങ്ങൾ ഈ പറഞ്ഞ സാധനം പുതിയ തലമുറക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഉണ്ടാവില്ല. അത് ഉണ്ടാകുന്നെങ്കിൽ അതിന് കാരണമായൊരു ഇൻപുട്ട് ഉണ്ടാവും. അതുള്ള ഫാമിലിക്കകത്ത് അത് തീർച്ചയായിട്ടും കാണാനും കഴിയും. അതായത് ഏതോ അർത്ഥത്തിൽ ഇത് സംരക്ഷിച്ചു വരുന്ന, അത് ചിലപ്പോൾ രേഖകളായിരിക്കും, അല്ലെങ്കിൽ പഴയ ഫോട്ടോസ് ആയിരിക്കും, അല്ലെങ്കിൽ പഴയ സ്റ്റോറീസ് ആയിരിക്കും. അവരുടെ വല്യപ്പാനെ കുറിച്ചും ഒരു വലിയ ഗ്രാൻഡ് അങ്കിളിനെ കുറിച്ചും അവരുടെ ബിസിനസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ അവർ ചെയ്ത കോൺട്രിബ്യൂഷനെ കുറിച്ചും അതെന്തോ ആവാം. അങ്ങനെ വലിയ റിച്ച് ആവണമെന്നൊന്നുമില്ല. ഈവൺ അവരുടെ കോൺട്രിബ്യൂഷൻസ് എഡ്യൂക്കേഷനിലായിരിക്കും, അധ്യാപകനോ അല്ലെങ്കിൽ ഓഫീസറോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോ. അപ്പം അങ്ങനെ കുറേ കഥകൾ, സ്റ്റോറികളുള്ള അർത്ഥത്തിൽ ആ ഒരു ഫാമിലിയിലെ പുതിയ തലമുറക്ക് ഇതിനോട് ഭയങ്കര ക്യൂരിയോസിറ്റിയും റെസ്പെക്റ്റും ഒരു ലവും ഒരു എഫെക്ഷനും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതുള്ളിടത്ത് ഈ ചോദ്യം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം അതുള്ളിടത്ത് ഉണ്ടാവും. അപ്പോൾ അതുള്ളിടത്ത് എന്തോ ഇല്ലാതെ അത് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വീട്ടിൽ, ഒരു സ്റ്റോറിയും ഇല്ലാത്തൊരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. കാരണം പുതിയൊരു തലമുറനെ ടച്ച് ചെയ്യുന്നില്ലല്ലോ ഒന്നും. ആ ടച്ച് ചെയ്യുന്നിടത്ത് ആ ടച്ചിങ് എലമെൻ്റ് എന്താണോ അതാണ് പ്രസൻസ്. അത് ചിലപ്പോൾ ഇൻടാഞ്ചിബിൾ ആവാം, സ്റ്റോറി ആവാം, അതല്ലെങ്കിൽ രേഖകളാവാം, ആധാരം, അങ്ങനെയുള്ള പഴയ രേഖകൾ, മാൻസ്ക്രിപ്റ്റ്സ്, ഡയറി. ചില ആളുകൾ അങ്ങനെ. ഇപ്പോൾ എനിക്കൊരുപാട് ഈ യൂറോപ്പിൽ നിന്നൊക്കെയുള്ള ഗസ്റ്റുകൾ വരുന്നുണ്ട്. അവരുടെ ഗ്രാൻഡ് അങ്കിൾ ഈ ICL ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് ഫാദർ കണ്ണൂർ കൻ്റോൺമെൻറ്റിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇന്ന റെജിമെൻറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ അവരെ കാണാൻ, അവർ പോയ പള്ളിയിൽ പോകാൻ, അവർ പോയ സ്ഥലങ്ങളിൽ പോകാൻ, അവരിരുന്ന പാർക്ക് കാണാൻ, അവർ കണ്ട വ്യൂ കാണാൻ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഒരു എഫെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണ്? ഈ ഒരു കണക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. എന്തോ ഒരു ചെറിയ കടലാസ് ഡയറി അല്ലെങ്കിൽ ഒരു പേപ്പർ, ഒരു മടക്കി വെച്ചത്, ഒരു എഴുതിയത് എവിടുന്നോ കിട്ടുന്നു. അപ്പോൾ അത് വായിക്കുന്നു. അപ്പോൾ അത് ഇന്ന വർഷം 1840 കണ്ണൂരിൽ ഇങ്ങനെ, തലശ്ശേരിയിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊരു ക്യൂരിയോസിറ്റി, നമുക്ക് പോകണമെന്ന്, തലശ്ശേരി ഒന്ന് കണ്ണൂർ കാണണം, നമ്മളെ ഗ്രാൻഡ് ഫാദർ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറുടെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു, അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയിൽ കാണുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കഥ പറയാൻ പറ്റുമോ? ഒരുപാട് എക്സ്പീരിയൻസ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഗ്രാൻഡെന്നും അദ്ദേഹത്തിൻ്റെ വൈഫ് മോർലി രണ്ടുപേര് അടുത്ത് വന്നിരുന്നു. അപ്പോൾ അവർ നമ്മളൊരു 6 മാസം മുമ്പ് ഇമെയിൽ അയച്ചു. അവരിങ്ങനെ കണ്ണൂർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ ഇതാണ്. അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവർ കണ്ണൂരിലും തലശ്ശേരിയിലുമായിട്ട് ഈ റെജിമെൻറ്റിൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെജിമെൻറ്റിൽ ആർമി ഓഫീസറായിരുന്നു. അപ്പോൾ അവരുടെ പോസ്റ്റും അവർ വർക്ക് ചെയ്ത സമയത്തുള്ള അഡ്രസ്സുകൾ, എവിടെയാണ് താമസിച്ചത്, എവിടെയാണ് ഓഫീസ്, എവിടെയൊക്കെ പോയിരുന്നു, ഏതൊക്കെ ചർച്ചാണ് അവർ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെ ഡയറിയിൽ നിന്ന് നോട്ട് ചെയ്തിട്ട് കുറേ ഡീറ്റെയിൽസ് നമുക്ക് മെയിൽ ചെയ്തിരുന്നു. അങ്ങനത്തെ രേഖകളൊക്കെ ഇപ്പോൾ ഓരോരുത്തരുണ്ടാവും സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? 150 വർഷത്തിനുള്ളിലുള്ളതാണ്. അപ്പോൾ അവരതൊക്കെ എന്ത് ചെയ്തു? അതായത് ഈ വരുന്ന ആളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. കറക്റ്റ്, മുത്തച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ അയച്ചു തന്ന ഡീറ്റെയിൽസ് നമ്മൾ റിസീവ് ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ച് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എത്ര ദിവസം കൊണ്ട്, എത്ര സമയം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും, അതിൽ എന്തൊക്കെ സാധനം ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണ്, ചില സാധനങ്ങളില്ല. അപ്പോൾ ചില ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചില ബിൽഡിങ്ങുകളൊന്നും ഇപ്പോൾ ഇല്ല. ഉള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ എൻലിസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു 6 മാസത്തെ കമ്മ്യൂണിക്കേഷന് ശേഷമാണ് അവർ വരുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു ഭയങ്കര ഒരു ഓർമ്മയുള്ളൊരു വേറൊരു സ്റ്റോറി. എനിക്ക് തോന്നുന്നത് കുറേ ആളുകൾക്ക് അറിയുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറിയാണ്. ഉദാഹരണത്തിന് ഈ മർഡോക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ
1823 അദ്ദേഹം മരണപ്പെട്ട ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഈ അഞ്ചരക്കണ്ടിയിലെ കറുപ്പത്തോട്ടവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. കണ്ണൂരിൽ, തലശ്ശേരിയിലൊക്കെ അദ്ദേഹത്തിന്, കണ്ണൂരും തലശ്ശേരിയിലും സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മറമാടിയിരിക്കുന്നത് തലശ്ശേരിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കല്ലറ ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മരണത്തിന് ശേഷം, അതായത് അദ്ദേഹം വലിയ ഒരു റിച്ച് ആയിട്ടുള്ളൊരു സ്കോട്ടിഷ് ബ്രിട്ടീഷാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ബ്രിട്ടനിലുണ്ടായിരുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ സ്ഥാപിക്കാനായിട്ട് അയച്ചൊരു വലിയ മാർബിളുള്ള വർക്ക് ഉണ്ട്, ഒരു ആർട്ട്. അത് കണ്ണൂരിലൊരു ചർച്ചിലുള്ളത്, സെൻറ്റ് ജോൺ ചർച്ച്. അപ്പോൾ ഇങ്ങനത്തെ കുറേ എലമെൻ്റ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 5ാം തലമുറയും മറ്റോ ഒരു ഷേർലി ബ്രൗണും അതുപോലെ തന്നെ പോൾ ബ്രൗണും, ഈ മർഡോക്ക് ബ്രൗണിൻ്റെ 5ാം തലമുറ, അവർ കണ്ണൂരിൽ വന്നതായിട്ട് മലയാള മനോരമ പത്രത്തിൽ വാർത്ത നമ്മൾ കാണുകയാണ് ആക്ച്വലി ഫസ്റ്റ്. അപ്പോൾ വാർത്തയാണ് നമ്മൾ കാണുന്നത്, കാരണം നമ്മൾ ത്രൂ അല്ല അവർ വന്നത്. അപ്പോൾ വാർത്ത കാണുന്നു, സ്വയം കുറേ ആളുകൾ അയച്ചു തരുന്നു, കാരണം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളറിയുന്ന ആളുകളൊക്കെ നമ്മൾ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ ത്രൂ ആണോ വന്നത് എന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, നമ്മൾ ത്രൂ അല്ല വന്നത്, വേറെ ആളുകൾ ത്രൂ വന്നത്. കാരണം നമ്മൾ ത്രൂ വരുന്നതൊക്കെ വളരെ കുറവാണ്, നമ്മളത്ര വലിയ ഓർഗനൈസേഷനൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഫോട്ടോ അയച്ചു തന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഞാൻ പള്ളിയിലെ അച്ഛനെ വിളിച്ചു ചോദിച്ചു, സെൻറ്റ് ജോൺ ചർച്ചിലുള്ള ഫാദറെ വിളിച്ചു ചോദിച്ചു, പിന്നെ ഫാദർ ഇങ്ങനെ മർഡോക്ക് ബ്രൗണിൻ്റെ ടീമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഗംഭീര പരിപാടികളെല്ലാം, ഒരു റിസപ്ഷൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. കാരണം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അവരുടെ പിൻതലമുറയാണല്ലോ വരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ലല്ലോ, പള്ളിയിലാരും വന്നിട്ടൊന്നുമില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വാർത്ത അയച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ല, നീ ഇങ്ങനത്തെ ആളുകളെല്ലാം കൊണ്ടുവരുമ്പോൾ നീയല്ലേ വിളിക്കലേ, ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ല, എന്നാൽ പിന്നെ ഇതാരാണെന്ന് ഞാൻ നോക്കട്ടെ എന്നാണ്. അങ്ങനെ ഞാൻ പത്രക്കാർ വഴി തന്നെ ഈ കൊണ്ടുവന്ന ഗൈഡ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗൈഡിൻ്റെ കോണ്ടാക്റ്റ് ഞാൻ സംഘടിപ്പിച്ചു. അപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നത് തലശ്ശേരിയിലുള്ള മാമ്പള്ളി, അതായത് മാമ്പള്ളി ബേക്കറിയുമായി ബന്ധപ്പെട്ട അവരുടെ ഫാമിലിയിൽ, അവരുടെ കുടുംബത്തിൽ ഈ ബ്രൗൺ ഫാമിലിക്ക് സ്വീകരണം കൊടുത്തതായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ രഞ്ജിത്ത് സാറ്, അദ്ദേഹം പിന്നെ നമ്മുടെ ബ്രൗണീസ് ബേക്കറിൻ്റെ രഞ്ജിത്ത് സാറ്, അവരൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി നമുക്കറിയുന്ന ആളുകൾക്ക് കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഇവർ പങ്കെടുക്കുന്ന വാർത്തയാണ് മനോരമ പത്രത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി സർപ്രൈസായി, കാരണം ബ്രൗൺ സാഹിബിൻ്റെ ഒരു ഫാമിലി നാട്ടിൽ വന്നിട്ട് ഈ ചർച്ചിൽ പോയിട്ടില്ല എന്നുള്ളത് എനിക്കൊരു ക്യൂരിയോസിറ്റി ആവും. അങ്ങനെ ഗൈഡിന് അവസാനം നമ്പർ കിട്ടി, വിളിച്ചു. അപ്പോൾ നമ്മളെ കാസർഗോഡുള്ള നിർമ്മേഷ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ നിർമ്മേഷ് പറഞ്ഞു, പിന്നെ അവരെ ഷെഡ്യൂളിൽ ഇനിയും വരുന്നുണ്ട് തലശ്ശേരിയിൽ, ഒബ്വിയസ്ലി കണ്ണൂരേക്ക് ടച്ച് ചെയ്തിട്ട് പോവാം, അപ്പോൾ നീ എന്താ നോക്കുക, ഒരു ഐറ്റിനറി അയക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സജഷൻ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും വരും, അവർ അന്നേരം കാസർഗോഡ് താമസിക്കും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്, ഒരു പ്രപ്പോസൽ കൊടുക്കാൻ. അങ്ങനെ ഞാൻ പ്രപ്പോസൽ കൊടുത്തു. അങ്ങനെ അവർ കണ്ണൂർ സെൻറ്റ് ജോൺ ചർച്ചിൽ വരുന്നു. അപ്പോൾ സെൻറ്റ് ജോൺസ് ചർച്ചിൽ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഫാദർ അന്ന് ആടില്ല, ഫാദർ സഹായിക്കുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഞാനും പോയി. അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്തു, ഈ മർഡോക്ക് ബ്രൗണിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉള്ള, അതായത് എഴുതപ്പെട്ട മർഡോക്ക് ബ്രൗണിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണവിവരം ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ്സ്, ബറിയൽ രജിസ്റ്റർ ഉൾപ്പെടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ മർഡോക്ക് ബ്രൗൺ മരിച്ചപ്പോൾ ഈ കൊടുത്തയച്ച ഈ ആർട്ട്, മാർബിളിലുള്ള ആർട്ട്, അത് കാണിച്ചു കൊടുക്കാൻ പറ്റി. അതുകൂടാതെ തലശ്ശേരിയിലാണ് ഇദ്ദേഹത്തെ അടക്കം ചെയ്ത ഖബറുള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽസും ഒക്കെ. ഈ ഒരു സംഗതിയിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, കേക്കിൻ്റെ കഥയിലുള്ള മർഡോക്ക് ബ്രൗൺ അല്ല ഈ ഒറിജിനൽ മർഡോക്ക് ബ്രൗൺ എന്നുള്ളത് അവിടെ ഒരു തെളിയുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വന്നു. അങ്ങനെ കാരണം മാമ്പള്ളി കേക്കിൻ്റെ കഥയിൽ അവർ പറയുന്നത് 1883 1883 ഡിസംബറിൽ മാമ്പള്ളി കേക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നത്. പക്ഷേ ഈ മർഡോക്ക് ബ്രൗൺ, സാക്ഷാൽ മർഡോക്ക് ബ്രൗൺ 1823 തന്നെ മരണപ്പെട്ടു. അപ്പോൾ ആ മർഡോക്ക് ബ്രൗൺ അല്ല ഈ കഥയിലുള്ള ആളെന്നുള്ളത് വേറൊരു ബ്രൗൺ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കഥ അവിടെ ഉണ്ട്. കാരണം കഥ വളരെ പ്രാധാന്യത്തോടുകൂടി തലശ്ശേരിയിലുള്ള ഈ മാമ്പള്ളി ബാപ്പു ഫാമിലിയുമായി ബന്ധപ്പെട്ടും തലശ്ശേരിയുടെ കഥകളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ആളുകൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബ്രൗണ് മർഡോക്ക് ബ്രൗൺ അല്ല എന്നുള്ളത് ഈ ഒരു യാത്രയിൽ യഥാർത്ഥത്തിൽ നമുക്ക് പിന്നെ അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടി കാരണം എവിഡൻസ് ആണല്ലോ, കാരണം രേഖകൾ സംസാരിക്കുകയാണ്, കല്ലുകളും ഈസാങ്കല്ലുകളും അവരുടെ ബറിയൽ സ്റ്റോണുകളും ബറിയൽ രജിസ്റ്ററുകളും
സംസാരിക്കുന്ന ഒരു, അതായത് നേർക്ക് നേരെ ചരിത്രം എന്ന് പറയുന്നത് എഴുതി വെച്ചാൽ അതിൻ്റെ രസം എന്താ വെച്ചാൽ ഇൻക്ലൂഡിങ് PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, നമ്മുടെ കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് രേഖകളുടെ, നമ്മൾ പറയാറുണ്ട് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ റവന്യൂ റെക്കോർഡ് ഓഫീസ് അഞ്ചരക്കണ്ടിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്, കണ്ണൂർ. അങ്ങനെ പറയലുണ്ട്. അപ്പോൾ ഈ റവന്യൂ റെക്കോർഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ പോയിന്റിലും, കാരണം അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1830 ശേഷമാണ്. ഏത് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചതിന് ശേഷമാണത്. അപ്പം ബ്രൗണിൻ്റെ പ്രോപ്പർട്ടി അവിടെ ഉണ്ട്, അഞ്ചരക്കണ്ടിയിലുണ്ട്. പക്ഷെ അതിൻ്റെ റവന്യൂ ഹിസ്റ്ററിയിൽ പറയുന്ന ഓഫീസ് ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങിലൊന്നും ആരുണ്ടാവില്ല, ബ്രൗൺ ഉണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ കുറേ, അതായത് എഴുതപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതെന്താകുന്നില്ല, ചരിത്രമായി മാറുന്നില്ല. കാരണം അതിന് കൃത്യമായ തെളിവുകൾ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്, രേഖകൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങൾ ഈ നിങ്ങൾ ചോദിച്ചുകൊണ്ട്. അല്ല, അപ്പോൾ ഈ ഫാമിലി മൂപ്പര് ഈ യഥാർത്ഥത്തിലുള്ള ബ്രൗണിന്റെ ഫാമിലി തന്നെയാണോ? അവർ വന്നിരിക്കുന്ന ബ്രൗൺ ഫാമിലി തന്നെയായിരുന്നു. ബ്രൗൺ ഫാമിലി തന്നെ. അപ്പം അതിലേക്ക് അവർക്ക് വളരെ സന്തോഷമായിരുന്നു നമ്മളാ പിന്നെ ചർച്ചിൽ കൊണ്ടുപോയതും കാണിച്ചു കൊടുക്കാൻ പറ്റിയൊക്കെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. കാരണം അവരെ യാത്രയിൽ അതൊരു വലിയൊരു അനുഭവമായിരുന്നു അവർക്ക്. കാരണം അവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി, രേഖകളാകുമ്പോൾ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അവരത്രത്തോളൊന്നും അപ്ഡേറ്റഡ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കറിയാം മർഡോക് ബ്രൗണിൻ്റെ ആളുകളാണെന്ന് അവർക്കറിയാം. അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ ഇംഗ്ലണ്ടിൽ അത്ര അപ്ഡേറ്റഡ് അല്ല. ഇവിടെ വന്നിട്ട് തന്നെ കാണണമല്ലോ ഇവിടെ എന്തൊക്കെ ബാക്കിയുണ്ട്. ഇവിടെയാണല്ലോ. തീർച്ചയായും.